അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, നമുക്ക് അറിയാവുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ കാര്യം നമ്മൾ പഠിച്ച കോൺസെപ്റ്റിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു മോഡിഫിക്കേഷൻ, ചെറിയൊരു മാറ്റം വരുത്തുന്നതേ ഉള്ളൂ. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, മറ്റൊരു ലൂപ്പ് എഴുതുന്നു. ആ ഒരു മെത്തഡോളജി അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഫ്ലോ നമുക്കിവിടെ നോക്കാം. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. ആദ്യം നമ്മൾ നേരത്തെ ലൂപ്പ് എഴുതുമ്പോൾ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു അല്ലേ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു ലൂപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ഒരു ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ലൂപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ലൂപ്പിൻ്റെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്, റൈറ്റ്. ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, അടുത്ത ലൂപ്പിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടീഷൻ 2 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പ് ട്രൂ ആണെങ്കിൽ അടുത്ത ലൂപ്പിലോട്ട് പോവുകയും ആ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്താണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത് അല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ഇൻക്രിമെൻറ്റ് ചെയ്യും. നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് തീർന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ട് വരുന്നു. നമ്മൾ ലൂപ്പിങ്ങിനെ കുറിച്ച് പഠിച്ചു തരുന്നു. അപ്പോൾ നേരെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ട് വരുന്നു, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊരു ലൂപ്പായിട്ട് വരയ്ക്കുന്നു. ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നേരെ ഈ ഇന്നർ ലൂപ്പ് ടെർമിനേറ്റ് ആവും. ഇന്നർ ലൂപ്പ് ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നത്, വളരെ ശ്രദ്ധിക്കണം. ഇന്നർ ലൂപ്പ് ടെർമിനേറ്റ് ആവുകയാണെങ്കിൽ നേരെ കൺട്രോൾ പോകുന്നത് ഔട്ടർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ടാണ്. അപ്പോൾ ഔട്ടർ ലൂപ്പ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും ഇന്നർ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറുന്നു, അത് പഴയ പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ എങ്ങോട്ട് പോകുന്നു, നേരെ പോകുന്നത് ഔട്ടർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ട് ആൻഡ് ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത് ആ ഒരു സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു ഹോൾ ലൂപ്പ് ഫോൾസ് ആകുക. അതായത് വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആണെങ്കിൽ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് ഇന്നർ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇന്നർ ലൂപ്പ് എപ്പോഴാണ് ഫോൾസ് ആകുന്നത്, ആ ഇന്നർ ലൂപ്പ് ഫോൾസ് ആകുന്ന സമയത്ത് നേരെ പോകുന്നത് ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്കിംഗ് പാർട്ട് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റേഷൻ പാർട്ട് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്കിംഗ് ആണ് ചെയ്യുന്നത്. ഔട്ടർ ലൂപ്പും ഫോൾസ് ആയാൽ മാത്രമേ എന്ത് ചെയ്യുന്നു, ആ ഹോൾ ലൂപ്പിൽ നിന്ന് ടെർമിനേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇന്നർ ലൂപ്പ് ടെർമിനേറ്റ് ആകുമ്പോൾ ഔട്ടർ ലൂപ്പിലോട്ട് പോകും. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴാണ് ആ ഹോൾ ലൂപ്പിംഗ് സിസ്റ്റം നമുക്ക് ടെർമിനേറ്റ് ആയി പോകുന്നത്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോർ ലൂപ്പ് എഴുതി. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ ക്ലോസ് ആകുന്നു, റൈറ്റ്. അപ്പോൾ ഇത് ഇന്നർ ലൂപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ട്. കാര്യം ഈ ഫോർ ലൂപ്പിൻ്റെ ഓപ്പണിങ് ഇതും ക്ലോസിങ് ഇതുമാണ്, റൈറ്റ്. ഈ ഫോർ ലൂപ്പിൻ്റെ ഓപ്പണിങ് ഇതും ക്ലോസിങ് ഇതാണ്. അതായത് ഈ ഒരു ലൂപ്പിൻ്റെ അകത്താണ് ഞാൻ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു ലൂപ്പ് എഴുതിയേക്കുന്നത്, റൈറ്റ്. കാര്യം ഇതിവിടെ ഓപ്പൺ ആകുവാണെങ്കിൽ ഇവിടെ ക്ലോസ് ആകുന്നത്. ഈ ഒരു കേർലി ബ്രാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ, അതായത് ഈ ഒരു ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് എവിടത്തെയാണ്, ഈ ഒരു ലൂപ്പിൻ്റെ, അതായത് ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് വരുന്ന ഒരു ഫോർ ലൂപ്പാണ് ഈ ഒരു ലൂപ്പ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് വരുന്ന ഫോർ ലൂപ്പാണ് ഇത്. കാര്യം നമ്മളിവിടെ പറഞ്ഞല്ലേ, ഈ ലൂപ്പിൻ്റെ അകത്താണ് ഈ ഒരു ഫോർ ലൂപ്പ് വരുന്നത്, റൈറ്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഔട്ടർ ലൂപ്പ്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആകും. ഔട്ടർ ലൂപ്പിൻ്റെ ഐയുടെ വാല്യൂ 1 ആകാൻ നേരത്ത് എങ്ങോട്ട് പോകും, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. നോക്കിയേ, ഐ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ 1 ആകാൻ നേരത്ത് നേരെ ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇന്നർ ലൂപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്, ജെ ഈക്വൽ ടു 1 ആൻഡ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ജെയുടെ വാല്യൂ 1 ആണ്, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ അത് കണ്ടീഷൻ ട്രൂ ആണല്ലേ. അപ്പോൾ ഇന്നർ ലൂപ്പിൽ ഐയുടെ വാല്യൂ എന്താവും, 1 ആകും. എന്നിട്ട് നേരെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, പിന്നെ നേരെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടാണ്. പിന്നെയും എവിടെ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്, ഈ ലൂപ്പിൽ തന്നെയാണ് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജെയുടെ വാല്യൂ ഇപ്പോൾ 2 ആയി. എന്നിട്ട് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് ചെക്ക് ചെയ്യുന്നു, ട്രൂ. അപ്പോൾ പിന്നെ ഇന്നർ ലൂപ്പിൽ തന്നെ നിന്നുകൊണ്ട് 2 ആകുന്നു. അടുത്തത് പിന്നെയും ഇത് വർക്ക് ചെയ്യുന്നു, നേരെ വരുന്നു, ജെയുടെ വാല്യൂ 3 ആകുന്നു. അപ്പോഴും ഇന്നർ ലൂപ്പിൽ തന്നെയാണ്, ഓക്കെ 3 വരുന്നു. ഇനി ജെയുടെ വാല്യൂ 4 ആകുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഒരു കണ്ടീഷൻ തെറ്റി. ഈ ഒരു കണ്ടീഷൻ സെക്കൻഡ് ലൂപ്പിൻ്റെ, അതായത് ഇന്നർ ലൂപ്പിൻ്റെ കണ്ടീഷൻ തെറ്റിയാൽ എന്താ ചെയ്യുന്നത്, നേരെ ഇന്നർ ലൂപ്പ് എൻഡായിട്ട് കൺട്രോൾ അങ്ങോട്ട് പോകുന്നു, ഔട്ടർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ 4 ആകുന്ന സമയത്ത് ഇത് തെറ്റുകയും ഇതിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോകുന്നു, നേരെ ഇവിടുന്ന് പോകുന്നത് ഇൻക്രിമെൻറ്റേഷൻ പാർട്ട്. അതായത് ഇപ്പോഴത്തെ ഔട്ടർ ലൂപ്പിൻ്റെ ഐയുടെ വാല്യൂ എന്തോ 1 ആണ്. അപ്പോൾ അത് മാറിയിട്ട് 2 ആകും. അത് മാറിയിട്ട് എന്താകും, 2 ആകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 2 ആയിട്ട് പിന്നെയും ഇന്നർ ലൂപ്പിലോട്ട് വരും, കണ്ടോ. പിന്നെയും ഇന്നർ ലൂപ്പിലോട്ട് വരും, പഴയ പോലെ തന്നെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ജിയുടെ വാല്യൂ എന്താകും, ആദ്യം 1 ആകും. നേരത്തെ അതേ ലൂപ്പിംഗ് സിസ്റ്റം തന്നെ, ജെയുടെ വാല്യൂ 1 ആകും, പിന്നെ 2 ആകും, 3 ആകും, 4 ആകുമ്പോൾ എന്ത് ചെയ്യും, ടെർമിനേറ്റ് ചെയ്യും. പിന്നെയും കൺട്രോൾ അങ്ങോട്ട് വരുന്നു, ഔട്ടർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിലോട്ട് വരുന്നു. അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ ഇൻക്രിമെൻറ്റേഷൻ പാർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്,
I increment അപ്പോൾ 3 ആകും 3 ആകുമ്പോൾ ഇതൊരു ഫോൾസ് ആവും എന്താ സംഭവിച്ചത് ഇതെന്ന് പറയുന്നത് ഫോൾസ് ആവും ഈ കണ്ടീഷൻ ഫോൾസ് ആവും അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആയി എന്താ സംഭവിക്കുന്നത് ഹോൾ ലൂപ്പിംഗ് സിസ്റ്റം തന്നെ ടെർമിനേറ്റ് ആയി പോകും അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഇത്ര ഉള്ളൂ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നമ്മളൊരു പ്രാക്ടിക്കൽ സെഷനും കൂടി കഴിയാം അപ്പോൾ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും റൈറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു കാണുന്നത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു പാറ്റേൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ ശ്രദ്ധിച്ചറിയാൻ പറ്റും എന്താണ് ഒരു സ്ക്വയർ പോലെയാണല്ലേ അതായത് ഒരു ഒരു ക്യാരക്ടറാണ് അതായത് 3 ക്യാരക്ടറാണ് അവിടെ പ്രിൻ്റ് ആയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതുപോലുള്ള ഒരു പാറ്റേൺ ആണ് ആക്ച്വലി നമ്മൾ ഈ ഒരു നെസ്റ്റഡ് ലൂപ്പിൻ്റെ സഹായത്തിലൂടെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം റൈറ്റ് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് അവിടെ പ്രിൻ്റ് അയക്കണം എന്നുള്ളത് അതായത് ബേസിക്കലി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അതായത് ഒരു ലൂപ്പ് അതായത് ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ടായിരിക്കും ഔട്ടർ ലൂപ്പിൻ്റെ ബോഡിയിൽ എന്തുണ്ടായിരിക്കും ഒരു ഇന്നർ ലൂപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും ഔട്ടർ ലൂപ്പിൻ്റെ ഒരു കണ്ടീഷൻസ് ചെക്ക് ചെയ്യും എന്നിട്ട് ആ ഒരു കണ്ടീഷൻ ട്രൂ ആകുവാണെങ്കിൽ എന്ത് ചെയ്യും ഒരു പ്രാവശ്യം എന്ത് ചെയ്യും ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഒരു ഔട്ടർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും അപ്പോൾ ഔട്ടർ ലൂപ്പിൻ്റെ അകത്ത് എന്താണുള്ളത് അതിൻ്റെ അകത്ത് ഒരു ഇന്നർ ലൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഇന്നർ ലൂപ്പിൻ്റെ അകത്തോട്ട് കയറുകയും അപ്പോൾ ഒരു പ്രാവശ്യം ഇന്നർ ലൂപ്പിലോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും ആ ഇന്നർ ലൂപ്പായിരിക്കും 3 പ്രാവശ്യം എന്ത് ചെയ്യുക ഒരു പാറ്റേണിന് പ്രിൻ്റ് ആക്കുക കാര്യം എന്താ ഒരു പ്രാവശ്യം ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആകുന്ന നേരത്ത് ഔട്ടർ ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും ബോഡിൻ്റെ അകത്ത് ഇന്നർ ലൂപ്പ് ഉണ്ട് ആ ഇന്നർ ലൂപ്പ് എന്ത് ചെയ്യും 3 പ്രാവശ്യം ആ ഒരു പാറ്റേണിനെ പ്രിൻ്റ് ചെയ്യിക്കും റൈറ്റ് അതെങ്ങനെ നമുക്ക് ലിമിറ്റ് വെച്ചൊക്കെ പ്രിൻ്റ് ചെയ്യിക്കാൻ അറിയാം 3 4 പ്രാവശ്യമൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്യും അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ പ്രിൻ്റ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു പിന്നെയും ഔട്ടർ ലൂപ്പിലേക്ക് പോവുകയും അടുത്ത നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യും പിന്നെയും അതേപോലെ തന്നെ 3 പ്രാവശ്യം പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കുന്നു പിന്നെയും അടുത്ത ഔട്ടർ ലൂപ്പിലോട്ട് പോകുന്നു 3 പ്രാവശ്യം പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കുന്നു പിന്നെയും ഔട്ടർ ലൂപ്പിലോട്ട് പോകുമ്പോൾ കണ്ടീഷൻസ് ഫോൾസ് ആകുന്നു സോ ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ നേരത്തെ നമ്മൾ വരച്ചൊക്കെ നമ്മൾ നോക്കിയിരുന്നത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് പ്രോഗ്രാമിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം സ്ട്രക്ചർ എഴുതുവാണ് include stereo.h and name അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ നമുക്ക് നെസ്റ്റഡ് ലൂപ്പാണ് എഴുതേണ്ടത് സോ നമുക്ക് എന്ത് ചെയ്യാം ലൂപ്പ് എഴുതാം ഫോർ ഇൻഡ് ഈക്വൽ ടു 0 ഇൻഡ് ലെസ് ദാൻ 4 കൊടുക്കാം അതായത് 0 to 3 അപ്പോൾ എന്താ 0 1 2 അല്ല 0 to ലെസ് ദാൻ 3 മതി കാര്യം എന്താ 0 വരും 1 വരും 2 വരും 3 വരുമ്പോൾ എക്സിക്യൂട്ട് ചെയ്തില്ല 3 പ്രാവശ്യം മതിയല്ലോ എന്ത് ചെയ്യുക ഐ പ്ലസ് പ്ലസ് എന്ത് ചെയ്യുക അതിനൊരു ഇന്നർ ലൂപ്പ് വേണം അല്ലേ 4 ഇൻറ്റ് ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ 3 നേരത്തേതുപോലെ തന്നെ നമ്മൾ പിന്നെ ജെ പ്ലസ് പ്ലസ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത് അപ്പോൾ പ്രിൻ്റ് പെർസെൻറ്റേജ് സി ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ പെർസെൻറ്റേജ് സി ഇട്ടത് അതായത് ഈ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ക്യാരക്ടറാണ് റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്യിച്ച് നോക്കാം എന്നിട്ട് അതനുസരിച്ചിട്ട് ഞാൻ എങ്ങനെ സ്ക്വയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഞാൻ ആക്ച്വലി സെമി കോളന് പകരം കോളനാണ് ഇട്ടേക്കണം കണ്ടോ ഇപ്പോൾ എന്താ സംഭവിച്ചേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 3 3 എന്ന് പറയുന്ന തരത്തിൽ എന്ത് ചെയ്ത് ടോട്ടൽ 9ഓളം സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഔട്ടർ ലൂപ്പിൽ 3 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം അടുത്ത ലൈനിലോട്ട് പോകണം എന്നാലേ സ്ക്വയറിലോട്ട് അപ്പോൾ ഔട്ടർ ലൂപ്പ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം അടുത്ത ലൈനിൽ പോകണം അപ്പോൾ ഈ ഔട്ടർ ലൂപ്പ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ആക്ച്വലി ഒരു അടുത്ത ലൈനിലോട്ട് പോകണം നമുക്കറിയാം എന്താണ് /n ആണല്ലേ അപ്പോൾ ഇങ്ങനൊരു സാധനം അല്ലെങ്കിൽ ഇങ്ങനൊരു അടുത്ത അല്ലെങ്കിൽ അടുത്ത ലൈനിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ എഴുതുവാണെങ്കിലോ ഡബിൾ കോട്ടിൽ ഇടണം ഓക്കെ
കണ്ടോ അടുത്ത ലൈനിലോട്ട് പോയി അതായത് 3 പ്രാവശ്യം ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് ഒരു പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് 2 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് അങ്ങനെ 3 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പ് ഫോൾസ് ആകുന്ന അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആകുന്ന സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആ ഇന്നർ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കണം ഇത് ഇന്നർ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കിടപ്പുണ്ട് എന്താണ് പ്രിൻറ്റ് ചെയ്യാൻ അതായത് എന്ത് പ്രിൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ലൈനിലോട്ട് പോകാൻ അതായത് ഇത് ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് റൈറ്റ് ഇപ്പം നിൽക്കുന്ന ലൈനിൽ നിന്ന് അടുത്ത ലൈനിലോട്ട് പോകും ആ അടുത്ത ലൈനിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും പിന്നെ നേരെ ഇങ്ങോട്ട് വരും നമ്മൾ പഠിച്ചതാണല്ലേ ഫോർ ലൂപ്പിൻ്റെ ആ വർക്കിംഗ് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ നേരെ ഇങ്ങോട്ട് വരികയും ഇൻക്രിമെൻ്റ് ആകുകയും പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യും അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുക അതായത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് നമ്മുടെ ഇന്നർ ലൂപ്പ് എന്ന് പറയുന്ന ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഫോൾസ് ആകുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും അതിനുശേഷം നമ്മൾ അടുത്ത ലൈനിലേക്ക് ജമ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അടുത്ത ലൈനിലോട്ട് പോകാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് കൊടുക്കും അതാണ് ഈ പ്രിൻറ്റ് ന്യൂ ലൈൻ എന്ന് കൊടുത്തേക്കുന്നത് കാര്യം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടായിരുന്നല്ലോ ഒറ്റ ലൈനിൽ കാണിക്കും ഇപ്പോൾ ന്യൂ ലൈൻ കൊടുത്തുകൊണ്ട് അടുത്ത ലൈനിലേക്ക് ജമ്പ് ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ ഇത് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കാര്യം ഇത് ന്യൂ ലൈൻ ഇല്ലാത്ത പക്ഷവും ന്യൂ ലൈൻ ഇടുമ്പോൾ എന്താ സംഭവിക്കുക എന്നൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഇങ്ങനെ കണ്ടിരിക്കാതെ നിങ്ങളും കൂടി എന്ത് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് പോകുക ഓക്കെ ആക്ച്വലി ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റൊക്കെയാണ് ഓക്കെ നമുക്ക് അടുത്ത് ഇടിക്കണം ബൈ